സെബിയുടെ കുറച്ച് പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. ഇത് പല ഇൻഫ്ലുവൻസേഴ്സിനും നല്ലൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, നോ ലൈവ് സ്റ്റോക്ക് പ്രഡിക്ഷൻ. ഞാൻ പല യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ലൈവായിട്ട് നടക്കുമ്പോൾ തന്നെ ഇവർ ട്രേഡ് എടുത്തിട്ട് ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഇവരെ ഫോളോവേഴ്സും അതേ ട്രേഡ് എടുക്കും. അത് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലോസ് ആയിരിക്കാം. ഇനി മുതൽ അത് നടക്കില്ല. പുതിയ റൂൾ പ്രകാരം ഒരു സ്റ്റോക്കിൻ്റെ ലൈവ് പ്രൈസോ ഡാറ്റയോ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. കുറഞ്ഞത് 3 മാസം മുന്നുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ ഡാറ്റയോ മാത്രമേ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാനോ പാടുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തത് അസോസിയേഷൻ വിത്ത് രജിസ്റ്റേർഡ് എൻറ്റിറ്റീസ്. അതായത് ഒരുപാട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം, ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനെ നല്ലോണം സ്വാധീനിക്കും. കാരണം അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സംബന്ധിച്ച് എന്ത് ആട്ടുംകാട്ടം വേണമെങ്കിലും ഇവർ പ്രൊമോട്ട് ചെയ്യും. കാരണം വലിയൊരു എമൗണ്ട് ക്യാഷ് ആയിട്ട് ഇവർക്ക് കിട്ടും. പ്രത്യേകിച്ച് ഒരു എത്തിക്സോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്മിറ്റ്മെൻറ്റോ പലർക്കും ഇല്ല. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഓക്കെ, ഞാൻ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ക്രിപ്റ്റോ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് കോയിൻ മേടിക്കണം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെ പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല. അന്നാണെങ്കിൽ ഇന്നത്തെ പോലത്തെ ഒരുപാട് മലയാള യൂട്യൂബ് ചാനൽസോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ അധികം ഫോളോ ചെയ്യുന്നത് ഹിന്ദി യൂട്യൂബ് ചാനൽസ് ആയിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് PR സുന്ദർ. അദ്ദേഹത്തെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാൻ മതിയാവും. ഒരിക്കൽ അദ്ദേഹം ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് വോൾട്ട്. അങ്ങനെ വോൾട്ടിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, സൈനപ്പ് ചെയ്തു. അതിനുശേഷം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2000 രൂപ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ കുറച്ച് കോയിൻസ് ഒക്കെ മേടിച്ചു. അതിൽ ബിറ്റ് കോയിൻ ഒന്നുമില്ല, 2-3 കോയിൻസ് മേടിച്ചു. അങ്ങനെ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ സഡനായിട്ട് ഒരു ന്യൂസ് വരികയാണ്. അതായത് ഈ വോൾട്ട് എന്ന് പറഞ്ഞ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വോൾട്ടിൽ നിന്നും കോയിൻസ് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ ക്യാഷ് വിഡ്രോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. മൊത്തത്തിൽ ഫ്രീസായി. അവിടുന്ന് അങ്ങോട്ട് 1 മാസം കഴിയുമ്പോൾ ഒരു മെയിൽ വന്നു. അതായത് സിംഗപ്പൂർ ഹൈക്കോർട്ടിൽ ഇതിൻ്റെ കേസ് നടക്കുകയാണ് ഈ ഹാക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട്. അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ വന്നുകൊണ്ടിരുന്നു ഈ കേസിൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട്. പക്ഷെ നമുക്കതിൽ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. നമുക്ക് കോയിൻസ് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ക്യാഷ് വിഡ്രോ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ എൻ്റെ കേസിൽ എനിക്കൊരു 2000 രൂപയാണ് നഷ്ടമായത്. അത് പോട്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഈ PR സുന്ദറിൻ്റെ വാക്ക് കേട്ടിട്ട് ഒരുപാട് പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോയിൻസ് മേടിച്ച ആളുകളുണ്ട്. അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കൂടാതെ വോൾട്ട് എന്ന് പറയുന്നത് വെറും ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും ഉണ്ടായിരുന്നു. അതായത് FDയേക്കാൾ കൂടുതൽ റിട്ടേൺ തരുന്ന മറ്റൊരു പ്ലാനും ഉണ്ടായിരുന്നു. അതിലും കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ PR സുന്ദർ കുറ്റക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇങ്ങനൊരു സ്കാം നടക്കുന്നു അല്ലെങ്കിൽ ഈ കമ്പനി ഫ്യൂച്ചറിൽ ബാങ്ക്രപ്റ്റ് ആവുന്നു ചിലപ്പോൾ പുള്ളിക്ക് അറിയലുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും പുള്ളി ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജെന്യുവിനിറ്റി അവർ നല്ലോണം നോക്കിയതിന് ശേഷം മാത്രമേ പബ്ലിക്കിനോട് പറയാൻ പാടുള്ളൂ. കുറച്ചു കാലം മുന്നേ പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ ഫുള്ള് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്രൊമോഷനാണ് കണ്ടത്. പുള്ളിയുടെ ലാപ്പിൻ്റെ മുകളിലൊക്കെ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ എംബ്ലമൊക്കെ കണ്ടിരുന്നു. ഇനി അതെന്നാ പൂട്ടെന്ന് ദൈവത്തിന് അറിയാം. പണ്ട് നോർത്ത് ബേസ്ഡ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ ഇവർ പെനി സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യും ചാനൽ ത്രൂ. ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നേ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇവർ ഓൾറെഡി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ചാനൽ ഫോളോ ചെയ്യുന്ന പാവം റീറ്റെയിലേഴ്സ് ഈ റെക്കമെൻഡേഷൻ വഴി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മേലോട്ട് പോകും. അപ്പോൾ ഇവർ പതിയെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വരും. ലാസ്റ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പെടും, അവരുടെ ക്യാഷ് മൊത്തം പോകും. ഇത് സെബി കണ്ടെത്തി അവരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തു, വലിയൊരു എമൗണ്ട് പെനാൾട്ടി ഒക്കെ അടച്ചിരുന്നു. അങ്ങനെ അന്ന് വലിയൊരു ഇഷ്യൂ ആയൊരു സംഭവമായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ലിമിറ്റേഷൻസും ഇൻവെസ്റ്റർ നോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും. അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊരു പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോസ് ആയിരിക്കണം. അതല്ലാതെ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഒന്നും ചെയ്യാൻ പാടില്ല. ഓൾറെഡി നിങ്ങൾ സെബി രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് ഇതൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ സെബി രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, മാർക്കറ്റിൽ ആരും ദൈവമൊന്നുമല്ല. മാർക്കറ്റ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. 2020 ശേഷം ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട എല്ലാവരും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്ടീസാണ്. കാരണം ബുൾ മാർക്കറ്റിൽ നിങ്ങൾ ഏത് സ്റ്റോക്കിൽ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്താലും അത് മേലോട്ട് പോകും. ആ സമയത്ത് നമ്മളെ പ്രഡിക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ പതിയെ ദൈവമായിട്ട് മാറും. പിന്നീട് ഒരു മാർക്കറ്റ് ക്രാഷൊക്കെ വരുന്ന സമയത്ത് ഈ ദൈവങ്ങളൊക്കെ പതിയെ മനുഷ്യരായിട്ട് വരും. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.